IGN കൊടുത്തത് 9 out of 10, മെറ്റാക്രിറ്റിക് സ്കോറിൽ 84 out of 100. ഇതൊക്കെ നമ്മുടെ അസാസിൻ ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ് റേസിംഗിൻ്റെ റിവ്യൂ സ്കോർസ് ആണ്. ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ പെയ്ഡാണോ? കാരണം അസാസിൻ ക്രീഡ് ഫാൻസ് ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ HCOൻ്റെ 3 ഗെയിംസിൻ്റെ റീമേക്കാണ്. അപ്പോഴാണ് നമ്മുടെ യൂബിസോഫ്റ്റ് നമ്മൾ ആരും ചോദിക്കാത്ത അധികം പഴക്കമില്ലാത്ത അസാസിൻ ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗിൻ്റെ റീമേക്ക് തന്നത്. ഈ റീമേക്കിൻ്റെ ആദ്യ ഗെയിം പ്ലേ യൂബിസോഫ്റ്റ് ഡ്രോപ്പ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഈ ഗെയിം എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കളിച്ചപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള മേജർ ഡിഫറൻസ് ഗെയിം പ്ലേനേക്കാൾ ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ വിഷ്വൽസിലാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ ബ്ലാക്ക് ഫ്ലാഗിൻ്റെ റീമേക്കിനെ കുറിച്ചുള്ള റൂമേഴ്സൊക്കെ വന്ന ടൈമിൽ അതിനെക്കുറിച്ച് ഞാൻ പേഴ്സണലി അത്ര എക്സൈറ്റഡും ആയിരുന്നില്ല. അതുപോലെ വീഡിയോസിലൊന്നും അധികം പോസിറ്റീവ് ആയിട്ടും അല്ല ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അതിൻ്റെ മെയിൻ റീസൺ ഒന്ന്, ഇത് റീമേക്ക് ചെയ്യുന്നത് നമ്മുടെ മോഡേൺ ഡേ യൂബിസോഫ്റ്റ് ആണ്. അതിനു പുറമെ ബ്ലാക്ക് ഫ്ലാഗിനേക്കാൾ ഡിസേർവിങ് ആയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് അസാസിൻ ക്രീഡ് ഗെയിമോ അതുപോലെ HCOൻ്റെ 3 ഗെയിംസും ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത വിഷ്വലി ആണെങ്കിലും ഗെയിം പ്ലേ വൈസ് ആണെങ്കിലും അത്ര ഔട്ട്ഡേറ്റഡ് ആവാത്ത അസാസിൻ ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ് എന്തിന് റീമേക്ക് ചെയ്യണം? പക്ഷേ റീസെൻ്റ്ലി യൂബിസോഫ്റ്റ് ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ഡ്രോപ്പ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഈ ഗെയിം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചപ്പോഴാണ് എന്തുകൊണ്ട് യൂബിസോഫ്റ്റ് ഈ 2013 റിലീസായ ബ്ലാക്ക് ഫ്ലാഗ് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് മനസ്സിലായത്. ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റീമേക്കിൽ ഇൻസെയിൻ വിഷ്വൽ ഡിഫറൻസ് വരുന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ യൂബിസോഫ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലേ ഡ്രോപ്പ് ചെയ്തപ്പോഴും പ്രത്യേകിച്ചും ഈ ഗെയിം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് മോശമില്ലാത്ത ഗ്രാഫിക്സ് സെറ്റിങ്സ് കളിച്ചപ്പോഴാണ് എത്രത്തോളം വിഷ്വലി ഈ ഗെയിം മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത്. എക്സാമ്പിൾ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗെയിമിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ മോഡലാണെങ്കിലും ഓവറോൾ ടെക്സ്ചർ ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ആണെങ്കിലും വെജിറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സീ ഏരിയ ആണെങ്കിലും അണ്ടർ വാട്ടർ ആണെങ്കിലും ഇറ്റ് ഓൾ ലുക്സ് സ്റ്റണ്ണിങ്. ഇൻഫാക്റ്റ് ഈ ഗെയിമിൻ്റെ വിഷ്വൽസ് കണ്ടാൽ 2026 റിലീസായിട്ടുള്ള ഒരു AAA ഗെയിമാണെന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നൂ. അല്ലാതെ 2013 റിലീസായിട്ടുള്ള ഒരു ഗെയിമിൻ്റെ റീമേക്ക് ആണ് എന്നുള്ളത് വിഷ്വലി നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഈ ഒരു റീമേക്ക് കളിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ നിങ്ങൾ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ഷോർട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസോ കണ്ട് ജഡ്ജ് ചെയ്യരുത്. കാരണം അത് കണ്ട് ജഡ്ജ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടു. പ്രത്യേകിച്ചും കുറേ ആൾക്കാർ ഈ കമ്പാരിസൺ ഷോർട്ട് വീഡിയോസിലും റീൽസിലൊക്കെ പറയുന്നത് നമ്മുടെ ഒറിജിനൽ തന്നെയാണ് ഇപ്പോഴും ഈ മോഡേൺ ഗെയിമിനേക്കാൾ വിഷ്വലി ബെറ്റർ. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി നിങ്ങളെ കണ്ണൊന്ന് ചെക്ക് ചെയ്യുക. കാരണം ദർ ഈസ് സംതിങ് റോങ്. സീരിയസ്ലി ഈ ഗെയിം നിങ്ങളെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ കൺസോളോ റൺ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് തോന്നുന്നത് ഒറിജിനൽ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ആണ് ബെറ്റർ എന്നാണെങ്കിൽ, സോ വിഷ്വലി ഈ ഗെയിം കണ്ടാൽ 2026 റിലീസായിട്ടുള്ള ഒരു AAA ഗെയിം ആണെന്നേ പറയൂ, അതിലൊരു സംശയമില്ല. പക്ഷേ ഗെയിം പ്ലേ വൈസ് നമുക്ക് ഈ ഗെയിമിൻ്റെ കോമ്പാറ്റ് വെച്ച് തുടങ്ങാം. ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റീമേക്കിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ പോസിറ്റീവായി പറയാനുള്ള കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് എനിമീനെ കിക്ക് ചെയ്യാനും സ്വീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും നമ്മളെ ടേസ്റ്റിനനുസരിച്ചും ഇത് നിങ്ങൾക്ക് നിങ്ങളെ കോമ്പാറ്റ് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ പുതിയ കിക്കും അതുപോലെ സ്വീപ്പ് ആനിമേഷനും ഒക്കെ ആഡ് ചെയ്ത അതേസമയം നമ്മളെ ഒറിജിനൽ ഗെയിമിലുണ്ടായിരുന്ന പല മൂവും ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലെനിക്ക് ഓർമ്മയുള്ള ഒരു മൂവ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എനിമീസിൻ്റെ ഒക്കെ വെപ്പൺ എടുത്തിട്ട് അതേ വെപ്പൺ വെച്ച് എനിമീനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഇവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിലത്ത് കിടന്നിരുന്ന വെപ്പൺസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതും ഇവർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിമിൻ്റെ കോമ്പാറ്റിൽ എനിക്ക് തോന്നിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇവർ ആഡ് ചെയ്തുള്ള ആനിമേഷൻസോ പുതിയ ഫിനിഷേഴ്സോ അല്ല, മറിച്ച് കോമ്പാറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ക്യാമറ മൂവ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ ഒറിജിനൽ ഗെയിമുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ഓൺ ഇറ്റ്സ് ഓൺ ഇതിലെ ക്യാമറ മൂവ്മെൻറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയേർഡ്. ഈ ക്യാമറ മൂവ്മെൻറ്റ് ഇഷ്യൂ അല്ലാതെ ഇതിൽ ഗെയിമിൽ ഓൾറെഡി ഇവർ ആഡ് ചെയ്തിട്ടുള്ള ഫിനിഷേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിഫൈൻ ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ആനിമേഷൻസ് ആണെങ്കിലും അതൊന്നും മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറേ ആൾക്കാർ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഗെയിമിലെ ആ ഒരു കോമ്പാറ്റ് സ്റ്റൈലാണ്. എഗെയിൻ കോമ്പാറ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറേയധികം പേഴ്സണൽ പ്രിഫറൻസസ് ഉണ്ടാവും. നമ്മൾ സെയിം കോമ്പാറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് എല്ലാ അസാസിൻ ക്രീഡ് ഗെയിംസിൻ്റെ കേസിലും സംഭവിക്കുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഈ ഗെയിമിൽ ഇവർ യൂസ് ചെയ്യുന്ന കോമ്പാറ്റ് മോശമായി തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഫിനിഷേഴ്സ് ആഡ് ചെയ്യായിരുന്നു, കുറച്ചും കൂടി അഗ്രഷൻ കൊണ്ടുവരായിരുന്നു പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഒറിജിനൽ ഗെയിമിലുണ്ടായിരുന്ന പല മൂവും നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. സോ അങ്ങനെയുള്ള മൂവ് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് പുറമെ ഇതിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ലിമിറ്റഡ് ഫിനിഷേഴ്സ് ആണെങ്കിലും മൂവ്സ് ആണെങ്കിലും
ഇറ്റ് ഫ്ലോസ് റിയലി വെൽ. അതിനു പുറമെ നമ്മുടെ അസാസിൻ ക്രീഡ് യൂണിറ്റിയിലെ പല ഫിനിഷേഴ്സും ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും പോസിറ്റീവായി കാണുന്നവരുണ്ട്, നെഗറ്റീവായി കാണുന്നവരുണ്ട്. നെഗറ്റീവായി കാണുന്നവർ പറയുന്നത് എന്തുകൊണ്ട് കംപ്ലീറ്റ്ലി ബ്രാൻഡ് ന്യൂ ആനിമേഷൻസ് ആഡ് ചെയ്തില്ല, ഇവർ ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് അല്ലേ എന്ന് പറയുന്നവരുണ്ട്. അതേസമയം യൂണിറ്റി ഇഷ്ടമുള്ള ആളുകൾ എന്താണ്, ഈ മൂവ്സൊക്കെ എന്താണ് ഈ ഗെയിമിൽ വന്നതും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കോമ്പാറ്റിൻ്റെ കേസിലൊക്കെ കുറേ സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ ഗെയിമിലെ പാർക്കോർ, എനിക്ക് തോന്നുന്നു അസാസിൻ ക്രീഡ് ഗെയിംസിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അട്രാക്ഷനാണ് ഈ പാർക്കോർ. കുറേ ആൾക്കാർ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത് തന്നെ ഈ ഒരു പാർക്കോർ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അതുമാത്രമല്ല, ഇൻഫാക്റ്റ് അസാസിൻ ക്രീഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആയപ്പോൾ എനിക്ക് അപ്പീലിംഗ് ആയി തോന്നിയിട്ടുള്ളൊരു കാര്യവും ഈ പാർക്കോറാണ്. പാർക്കോറിൻ്റെ കേസിലും ഇവർ കുറേയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വിഷ്വലി വന്നിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ് പാർക്കോറിൻ്റെ കേസിലാണെങ്കിലും കോമ്പാറ്റിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പേഴ്സണലി നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ടീനി ആനിമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആനിമേഷൻസ് നമ്മൾ ഒറിജിനൽ ഗെയിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ ഗെയിമിലെ പാർക്കോറിൻ്റെ ഓവറോൾ ഫ്ലോയിനെ കംപ്ലീറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒറിജിനൽ ഗെയിമിലുണ്ടായിരുന്ന കുറേ ആനിമേഷൻസ് ഇവർ റിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഗെയിമിൽ അതേ ആനിമേഷൻസ് ആണെങ്കിലും ഈ ഗെയിമിൽ വരുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തറാണ്. എനിക്ക് തോന്നുന്നു പാർക്കോറിൻ്റെ കേസിൽ ഇവർ കൊണ്ടുപോയിട്ടുള്ള മേജർ ഡിഫറൻസ് ഈ ടീനി ആനിമേഷൻസ് ഒന്നുമല്ല, നമ്മളെ എഡ്വറിന് കുറച്ചും കൂടി പവർ അല്ലെങ്കിൽ ഉംഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ബാക്ക് ഇജക്റ്റ് യൂസ് ചെയ്യുമ്പോഴും സൈഡ് ഇജക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജനറലി ജമ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ നോട്ടീസ് ചെയ്യും നമ്മുടെ ഒറിജിനൽ ഗെയിമിലുള്ളതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് ഇജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും സൈഡ് ഇജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും കുറേ കൂടി ഡിസ്റ്റൻസ് കവർ ചെയ്യാനും പറ്റും. ഇത് ചിലപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയി തോന്നില്ല, കാരണം അത്രയധികം ഡിസ്റ്റൻസ് ഒരൊറ്റ ചാട്ടത്തിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അസാസിൻ ക്രീഡ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ കേസിൽ ഇറ്റ് വർക്ക്സ് ഫൈൻ. പിന്നെ പാർക്കോറിൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇവർ ഏറ്റവും കൂടുതൽ റീയൂസ് ചെയ്തിട്ടുള്ള ആനിമേഷൻസ് നമ്മുടെ അസാസിൻ ക്രീഡ് മിറാജ് എന്ന് പറഞ്ഞ ഗെയിമിൽ നിന്നാണ്. ഇതിൽ സൈഡ് ഇജക്റ്റ് ആണെങ്കിലും ബാക്ക് ഇജക്റ്റ് ആണെങ്കിലും ഈവൻ നമ്മുടെ എഡ്വേർഡിൻ്റെ വാക്കിംഗ് ആനിമേഷൻ ആണെങ്കിലും മിറാജത്തെ അതേ ആനിമേഷനാണ് ഇവർ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വലിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, ഇങ്ങനെ അസാസിൻ ക്രീഡ് മിറാജ് എന്ന് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അസാസിൻ ക്രീഡ് യൂണിറ്റിയിലെ അതേ പാർക്കോർ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തില്ല? ഇതേ ക്വസ്റ്റ്യൻ ഞാനും ഇത് കളിച്ചപ്പം ചോദിച്ചതാണ്. പക്ഷേ ഡെവലപ്പേഴ്സ് സൈഡ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇവർക്ക് ഓൾഡർ ഗെയിംസിലെ അതേ ആനിമേഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് കോംപ്ലക്സും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് റീസെൻ്റ്ലി റിലീസ് ആയിട്ടുള്ള ഗെയിംസിലെ ആനിമേഷൻസ് യൂസ് ചെയ്യുന്നത്. അത് മച്ച് മോർ ഈസിയർ ആണെന്നാണ് അവർ പറയുന്നത്. എഗെയിൻ അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ പോലും നമ്മൾ അസാസിൻ ക്രീഡ് ഗെയിംസ് ഇഷ്ടപ്പെടുന്ന മിക്ക ആൾക്കാരും ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിറ്റിയിലെ ആ ലെവൽ ഓഫ് പാർക്കോർ അല്ലെങ്കിൽ പാർക്കോറിലെ ആ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് പുതിയ അസാസിൻ ക്രീഡ് ഗെയിംസിൽ കാണുന്നുള്ളത്. അതിവർ ഈ റീമേക്കിലും ചെയ്തിട്ടില്ല, ഇനി വരാൻ പോകുന്ന ഗെയിംസ് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ മേജർ ചേഞ്ചസിന് പുറമെ ഈ റീമേക്കിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു മാറ്റമാണ് ഇതൊരു ട്രൂ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഒറിജിനൽ ഗെയിം കളിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും ആ ഗെയിം ഒരു ട്രൂ ഓപ്പൺ വേൾഡ് അല്ല. അതിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലോഡിങ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു. ആ സംഭവമൊക്കെ ഇവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു നമ്മൾ 2026 ഓപ്പൺ വേൾഡ് ഗെയിം റിലീസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ തന്നെയാണ് ഈ മാപ്പിലെ എല്ലാ ലൊക്കേഷൻസും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലോഡിങ് സ്ക്രീനുകളും ഇല്ലാതെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമിൽ ഇവർ പുതിയ കട്ട് സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ എഡ്വേർഡിൻ്റെയും കാരലൈൻ്റെയും കട്ട് സീൻസ് ആണ്. ഈവൻ ദോ ഈ ഗെയിം ഞാൻ മുൻപ് കളിച്ചിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ സ്റ്റോറി അറിയെങ്കിൽ പോലും ഈ കട്ട് സീൻസ് ഈ ഗെയിമിന് വേണമെങ്കിൽ ഒരു പുതിയ ജീവൻ കൊടുത്തു എന്നൊക്കെ പറയാം. കാരണം നമ്മുടെ എഡ്വേർഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്തുകൊണ്ട് പൈറേറ്റായി അല്ലെങ്കിൽ ഇവഞ്ച്വലി അസാസിനായി എന്നുള്ളത് അതിൻ്റെ റീസണും അതുപോലെ ഈ ഒരു ക്യാരക്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണെന്നുള്ളതും ഈ ഒരു കട്ട് സീൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഇമേഴ്ഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി കോണ്ടെക്സ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള കട്ട് സീൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. പിന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗെയിം വേർഡിലുള്ള പല ഒബ്ജക്റ്റും നമ്മളോട് റിയാക്ട് ചെയ്യും. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓടുമ്പോഴാണെങ്കിൽ ഓടുന്ന വഴിക്ക് ഒരു ചട്ടി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ചട്ടി പൊട്ടും അല്ലെങ്കിൽ ചട്ടി തട്ടി താഴെ വീഴും. അല്ലെങ്കിൽ നമ്മൾ കോമ്പാറ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഒബ്ജക്ട്സ് അത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബോക്സ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് പൊട്ടാനും ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ വാള് വീശുമ്പോൾ ഏതെങ്കിലും ഫ്രൂട്ട് കൊണ്ടാൽ ആ ഫ്രൂട്ട് വെട്ട് അല്ലെങ്കിൽ കട്ടാവാനും ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു ഡീറ്റെയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എസ്പെഷ്യലി നമ്മൾ പാർക്കോറൊക്കെ ചെയ്യുമ്പോൾ പല ബിൽഡിങ്ങിൻ്റെ മുകളിലും ഇതുപോലെ ചട്ടിയും പൂച്ചട്ടിയും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഓടുന്നതനുസരിച്ചോ അത് തട്ടുന്നതനുസരിച്ചോ റിയാക്ട് ചെയ്യും. എഗെയിൻ അത് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ല, ബട്ട് ഓവറോൾ ഇമോഷനെ ഇമ്പ്രൂവ് ചെയ്യുന്ന
ടൈനി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേ ബെറ്റർ ആണ് ഈ ഒരു റീമേക്ക്. ഇങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇനീഷ്യലി വളരെ വളരെ ലോ ആയിരുന്നു. ഇതിൻ്റെ മെയിൻ റീസൺ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് മോഡേൺ ഡേ യൂബിസോഫ്റ്റ് ആണ്, അല്ലാതെ നമ്മളെ പണ്ടത്തെ ക്വാളിറ്റി അസാസിൻ ക്രീഡ് ഗെയിംസ് ഡെവലപ്പ് ചെയ്ത അത് ബ്ലാക്ക് ഫ്ലാഗ് ആയിക്കോട്ടെ, എച്ചിയോ ട്രിലജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസാസിൻ ക്രീഡ് 1 ആയിക്കോട്ടെ, ഇതൊന്നും ഡെവലപ്പ് ചെയ്തുള്ള യൂബിസോഫ്റ്റ് അല്ല, ഇറ്റ്സ് മോഡേൺ ഡേ യൂബിസോഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു റീമാസ്റ്റർ പോലെയുള്ള റീമേക്കാണ്. റീമാസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് മെയിൻലി വിഷ്വൽ ചേഞ്ചസ് ഉണ്ടാവും, പക്ഷേ മേജർ ഗെയിം പ്ലേ ചേഞ്ചസോ അല്ലെങ്കിൽ ഈവൻ വിഷ്വലി ഈ ഗെയിമിൽ കണ്ടിട്ടുള്ള ആ ലെവലോ ചേഞ്ചസോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സോ ആ ഒരു കാര്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ്. പിന്നെ ഈ ഒരു റീമേക്ക് കളിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് യൂബിസോഫ്റ്റ് മോഷൻ ക്യാപ്ചർ യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഗെയിമിൻ്റെ കട്ട്സീൻസ്, ഞാൻ പറയുന്ന പുതിയ കട്ട്സീൻസ് അല്ല, പഴയ ഗെയിമിലുണ്ടായിരുന്ന കട്ട്സീൻസ് പോലും നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടറിൻ്റെ ഫേസിലും ഇമോഷൻസ് ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് സ്റ്റോറി കളിക്കാനും പ്രോഗ്രസ് ചെയ്യാനുള്ള റീസൺ കൂടി ഈ കട്ട്സീൻസ് നല്ലതായതുകൊണ്ട് തോന്നും. പക്ഷേ മോഡേൺ ഗെയിംസ് എസ്പെഷ്യലി ഷാഡോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഫേഷ്യൽ ആനിമേഷൻസ് ഇറ്റ്സ് ഡോഗ് ഷിറ്റ്. സോ ഇത്ര അവേഴ്സ് കളിച്ചതിന് ശേഷം എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, 10 8 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ റീമേക്കാണെന്ന് ഞാൻ പറയും. ഇതിൽ ഓബ്വിയസ്ലി നൊസ്റ്റാൾജിക് റീസണുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞ ഗെയിം എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമാണ്, അതൊരു ഫാക്ടറാണ്. പക്ഷേ അതിന് പുറമെ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റീമേക്ക് എന്ന് വിളിക്കാൻ പറ്റിയ രീതിയിലുള്ള ചേഞ്ചസ് ഈ ഗെയിമിലുണ്ട്. അത് വിഷ്വലി നോക്കുകയാണെങ്കിലും ഗെയിം പ്ലേ വൈസ് നോക്കുകയാണെങ്കിലും. പിന്നെ എല്ലാവരും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഇതിലെ കോമ്പാറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, പാർക്കോർ ചേഞ്ചസ് നോക്കുകയാണെങ്കിലും. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് വിഷ്വൽ, കോമ്പാറ്റ് അല്ലെങ്കിൽ കട്ട് സീൻസ് നോക്കുകയാണെങ്കിലും അതുപോലെ പുതിയ ആഡ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഒപ്പീനിയനിൽ ഒരു 7.5 അല്ലെങ്കിൽ 8 കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കുറേ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിൽ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗെയിം 4000 റുപ്പീസിൻ്റെ മുകളിൽ കൊടുത്ത് വാങ്ങിക്കുന്നത് നമ്മൾ ഇക്കോണമിയിൽ വർത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അഗൈൻ ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് ഗെയിം മോശമായതുകൊണ്ടല്ല, പക്ഷേ 4000 റുപ്പീസൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ മാത്രമുള്ള ഒരു ഗെയിമാണോ എന്ന് ചോദിച്ചാൽ മേ ബി നിങ്ങൾ ഒരിക്കലും ഈ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ മേ ബി വർത്ത് ഇറ്റ് ആയിരിക്കും. പക്ഷേ ഓൾറെഡി കളിച്ചവരാണെങ്കിൽ അഗെയിൻ ഓൾറെഡി കളിച്ചവർക്കും ഇത് ഡെഫിനറ്റ്ലി എൻജോയബിൾ ആയിട്ടുള്ള ഗെയിമാണ്. പക്ഷേ 4000 റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ച് കളിച്ച് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള കണ്ടൻറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. എന്തായാലും ഇതാണ് എൻ്റെ ടേക്ക്. ഇനി നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ഡിഡ്, ഗിവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ് ആൻഡ് I'll catch you guys in my next video. Till then, goodbye and peace.